ഹലോ കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 6th സ്റ്റാൻഡേർഡിലെ മാത്സ് ചാപ്റ്റർ 1 ആംഗിൾസ് പാർട്ട് 3 പേജ് നമ്പർ 18 പ്രോബ്ലംസ് ആണ് ചെയ്യാൻ പോകുന്നത്. മാർക്ക് ഈച്ച് ഓഫ് ദ ഫ്രാക്ഷൻസ് ബിലോ ആസ് പാർട്ട് ഓഫ് എ സർക്കിൾ ആൻഡ് കളർ ദ പിക്ചർ. താഴെ തന്നിരിക്കുന്ന ഫ്രാക്ഷൻസ് ഒക്കെ എന്താണ് പാർട്ട് ഓഫ് ഒരു സർക്കിളിൻ്റെ പാർട്ടാക്കി വരയ്ക്കുക, പിന്നെ അത് കളർ ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ പ്രോബ്ലം നോക്കാം. 3/8 ഈക്വൽ. ഇതിന് മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരു സർക്കിളിൽ ഒരു പാർട്ട് തന്നിരിക്കും, അതിൽ ഫ്രാക്ഷനാണ് കാണാൻ ചോദിച്ചിരുന്നത് അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ആ തന്നിരിക്കുന്ന പാർട്ട് ഡിവൈഡഡ് ബൈ 360, അത് ഫ്രാക്ഷൻ കാണാനാണ്. ഇതിൽ ഫ്രാക്ഷൻ തന്നിട്ടുണ്ട്, നമുക്ക് സർക്കിളിൽ പാർട്ട് അടയാളപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 360 കൊണ്ട് ഇതിൽ മൾട്ടിപ്ലൈ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ 3/8 ഇൻറ്റു 360. അപ്പോൾ ഞാനിവിടെ 360യെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. 360 ഡിവിഷൻ 8. അപ്പോൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 8s are 32, ബാലൻസ് 4, 0, 5 8s are 40. അപ്പോൾ 8 കൊണ്ട് 360യെ ഡിവൈഡ് ചെയ്തപ്പോൾ 45 ആണ് കിട്ടിയത്. ഇനി ഇവിടെ ഒരു 3 ഉണ്ടല്ലേ, 3 ഇൻറ്റു 45 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 135 ഡിഗ്രിന്ന് കിട്ടും. ഇനി നമുക്ക് സർക്കിൾ വരയ്ക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ ഒരു സർക്കിൾ വരയ്ക്കാം. അതിനുശേഷം നമ്മൾ കോമ്പസ് വെച്ച് ആ പോയിന്റിൽ നിന്നും സർക്കിളിലേക്ക് ഒരു റേഡിയസ് വരയ്ക്കാം. പ്രൊട്രാക്ടറിൻ്റെ നടുഭാഗം ഈ നമ്മളിട്ടില്ലേ ഈ സർക്കിളിൻ്റെ സെൻറ്ററിൽ വയ്ക്കുക. അതിനുശേഷം നമ്മൾ വരച്ച ലൈനിൻ്റെ പുറത്ത് പ്രൊട്രാക്ടറിൻ്റെ അടിയിലുള്ള ലൈൻ വരണം. ഇനി ഇവിടെ 0യിൽ നിന്നാണ് കൗണ്ട് ചെയ്യേണ്ടത്. 0യിൽ നിന്ന് എണ്ണി 100, 110, 120, 130. അത് കഴിഞ്ഞിട്ട് ഈ ഓരോ കുഞ്ഞു ലൈനും 1 ആണ്. അപ്പോൾ 130 കഴിഞ്ഞിട്ട് 131, 132, 133, 134, 135. ഈ നടുവിലൊരു നീട്ടിയൊരു വരയുണ്ട്, അതാണ്. അതിനുശേഷം സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്നും സർക്കിളിൻ്റെ ഒരു വശത്തേക്ക് ഒരു ലൈൻ വരയ്ക്കുക. അപ്പോൾ ഇത് 135 ഡിഗ്രി. ഇനി നമുക്കിത് കളർ അടിക്കണം. നെക്സ്റ്റ് പ്രോബ്ലം 2/5 ഈക്വൽ 2/5 ഇൻറ്റു 360. ഇനി നമുക്ക് 360യെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ടു അല്ല 5 കൊണ്ടാണ്, 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 7 5s are 35, ബാലൻസ് 1 10, 5 2s are 10. അപ്പോൾ 5 കൊണ്ട് 360യെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 72 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ 2 ഇൻറ്റു 70, 72, 2 ഇൻറ്റു 72. ഓക്കെ, അപ്പോൾ ആൻസർ 144 ഡിഗ്രി. അപ്പോൾ 2/5 ഇൻറ്റു 360, അതിൽ 5 കൊണ്ട് 360യെ ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 72. ഇനി ഈ 2ഉം 72ഉം മൾട്ടിപ്ലൈ ചെയ്യണം. 2 ഇൻറ്റു 72, 144 ഡിഗ്രി. ഇനി നമുക്കത് വരയ്ക്കാം. സർക്കിൾ വരച്ചു. അതിനുശേഷം സെൻറ്ററിൽ നിന്നും
സർക്കിളിലേക്ക് ഒരു വര വരയ്ക്കാം. ഇനി പ്രൊട്രാക്ടറിൻ്റെ നടുഭാഗം ഈ സർക്കിളിൻ്റെ സെൻറ്ററിൽ വയ്ക്കാം. ഈ ലൈനിൻ്റെ പുറത്ത് കറക്റ്റായി വയ്ക്കണം. അത് കഴിഞ്ഞ് 144 ഡിഗ്രി അല്ലേ. അപ്പോൾ 100 കഴിഞ്ഞു, 110. ഇത് ഇവിടെ നിന്നാണ് എണ്ണേൻ്റെ 0, 10, 20, 30 അങ്ങനെ 100, 110, 120, 130, 140. 40ക്കും 45ൻ്റെ ഈ ഭാഗത്തായിട്ട് വരും 4 പോയിൻറ്റ്സ്. 1, 2, 3, 4 ലൈനുണ്ട്. 4 ലൈൻ കഴിയുമ്പോൾ ഇവിടെ ഒരു ഡോട്ട് ഇടണം. ഇനി നമുക്ക് സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്നും സർക്കിളിൻ്റെ ഒരു വശത്തേക്ക് ഒരു ലൈൻ വരയ്ക്കാം. ഇതാണ് 144 ഡിഗ്രി. ഇനി നമുക്കിത് കളർ അടിക്കാം. നെക്സ്റ്റ് പ്രോബ്ലം 4/9. equal 4/9 into 360. അപ്പോൾ നമുക്ക് 360യെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 4 9s are 36. പിന്നെ ഈ 0 ഉണ്ടല്ലോ, അത് മുകളിൽ എഴുതാം. അപ്പോൾ 40. 9 കൊണ്ട് 360യെ ഡിവൈഡ് ചെയ്തപ്പോൾ 40 ആണ് കിട്ടിയത്. അപ്പോൾ 4 into 40 160 ഡിഗ്രി. ഇനി നമുക്ക് വരയ്ക്കാം. ഇനി നടുവിൽ നമുക്ക് വരച്ചു കൊടുക്കാം. ഈ പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ സർക്കിളിൽ വെച്ചിട്ട് നമുക്ക് 160 അടയാളപ്പെടുത്തി കൊടുക്കാം. 0, 10, 20, 30 അങ്ങനെ 100, 110, 120, 130, 140, 150, 160. ഇതിന് നേരെ ഡോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് 160 ഡിഗ്രി. ഇനി ഇത് നമുക്ക് കളർ അടിച്ചു കൊടുക്കാം. നെക്സ്റ്റ് പ്രോബ്ലം 5/12 equal 5/12 into 360. 12 കൊണ്ട് 360യെ ഡിവൈഡ് ചെയ്യാം 3 times. സീറോ മുകളിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ 30 ആണ് ആൻസർ ഇട്ടത്. 112 is 12, 30 12s are 360. അപ്പോൾ ഇനി 5 into 30 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 150 ഡിഗ്രി എന്ന് കിട്ടും. ഇനി നമുക്ക് കോമ്പസ് ഉപയോഗിച്ച് സർക്കിൾ വരയ്ക്കാം. അതിനുശേഷം സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്നും സർക്കിളിൻ്റെ ഒരു വശത്തേക്ക് ഒരു റേഡിയസ് വരച്ചു കൊടുക്കാം. ഈ സർക്കിളിൻ്റെ സെൻറ്ററിൽ പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ വയ്ക്കണം. ലൈൻ്റെ പുറത്ത് കറക്റ്റാണ് വയ്ക്കുക. അതിനുശേഷം 150 സീറോയിൽ നിന്നും തുടങ്ങി 150 ഇവിടെയാണ്. സോറി, പുറത്തോട്ട് വരയ്ക്കണ്ട, നമുക്ക് ഉള്ളിൽ മാത്രം സർക്കിളിൻ്റെ ഉള്ളിൽ.
അപ്പോൾ ഇതാണ് 150 ഡിഗ്രി. ഇനി നമുക്കിത് കളർ അടിക്കാം. ലാസ്റ്റ് പ്രോബ്ലം 5/24. 5/24 ഇൻറ്റു 360. 360യെ നമുക്ക് 24 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 124 is 24. 12 ബാലൻസ് 0 ഇറക്കി എഴുതാം. 5/24 is 120. അപ്പോൾ 24 കൊണ്ട് 360യെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 15 കിട്ടും. 5 ഇൻറ്റു 15. 5 ഇൻറ്റു 15 എത്രയാണ്? 75 ഡിഗ്രി. ഇനി നമുക്ക് സർക്കിൾ വരയ്ക്കാം. അതിനുശേഷം സെൻറ്ററിൽ നിന്നും സർക്കിളിൻ്റെ സൈഡിലേക്ക് ഒരു റേഡിയസ് വരയ്ക്കാം. ഇനി പ്രൊട്രാക്ടറിൻ്റെ നടുഭാഗം സർക്കിളിൻ്റെ സെൻറ്ററിൽ വെച്ചതിന് ശേഷം വരച്ച ലൈൻ്റെ പുറത്ത് കറക്റ്റ് വയ്ക്കുക. ഇവിടെ 70. 0, 10, 20, 30, 40, 50, 60, 70. ഇനി ഇവിടെ ഡോട്ട് ഇടുക. 75 അല്ലേ? 70 കഴിഞ്ഞിട്ട് ഇവിടെ, അതായത് 71, 72, 73, 74, 75 ഇവിടെയാണ്. അതിനുശേഷം ആ ഡോട്ടിലോട്ട് വരയ്ക്കേണ്ട, നമുക്ക് സർക്കിളിൻ്റെ സൈഡ് വരെ മതി. 75 ഡിഗ്രി. ഇനി നമുക്കിത് കളർ അടിക്കാം. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. ക്ലാസ് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്